ഇവരിതിന് വരണം. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ ഞാൻ ഈ പല സ്ഥലത്തും ഇതുപോലത്തെ ഈ ഗ്രീവൻസ് എന്ന് പറഞ്ഞിട്ട് പല ബാങ്കുകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീ പരാതിപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ കമ്മിറ്റി കൂടിയിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ സ്ത്രീകള് ഇപ്പൊ ശരിക്കും അനുഭവിക്കുന്നതായിരിക്കില്ല. ഇപ്പൊ യൂണിയൻകാർ പറയാണ് ഏതെങ്കിലും ഒരാളെ മാറ്റണം അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ പ്രേരിപ്പിച്ച് ഇല്ലാത്ത കുറ്റം ഇയാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരാളുടെ നേരെ ഉയർത്തുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇവിടങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ സ്ത്രീകളെ വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് സ്ത്രീകളെ കൊണ്ട് ഈ നിയമം ദുരുപയോഗപ്പെടുത്തുന്ന സാധ്യതകളും ഇതിലുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ അത് പരിശോധിച്ച് തെറ്റായ പരാതിയാണെങ്കിൽ പരാതിക്കാരിയെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമത്തിൽ. ശ്രീമതി ലീലാമേനോൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പരാതിക്കാരിയെ തന്നെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമത്തിൽ. ഞാൻ മടങ്ങിയെത്താം, സാങ്കേതികമായ ഒരു തടസ്സമുണ്ട്. ശ്രീ PR ഗോകുൽ, പുരുഷന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വക്താവെന്ന നിലയിൽ ഈ നിയമത്തെ നിങ്ങൾ എങ്ങനെ കാണും? ഇത് നല്ലൊരു നിയമമാണ്. ഇത് സ്വീകാര്യമായ നിയമം തന്നെയാണ്. രാജ്യത്തെ എല്ലാ സ്ത്രീകളും, വർക്കിംഗ് വിമൻ എല്ലാവരും പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളവർ തന്നെയാണ്. ഇതിൽ ഈ നിയമത്തിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വിശാഖ ഗൈഡ് ലൈൻസ് ആണ് ഇതിന്റെ ബേസ്. 1997 വിശാഖ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിൽ സുപ്രീം കോടതി നൽകിയ വിധിയുടെ ബേസാണ് ഈ ലോയിലുള്ളത്. പക്ഷേ ഇത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് ചെയ്തപ്പോൾ പല കാര്യങ്ങളും വിശാഖ ഗൈഡ് ലൈൻസിൽ നിന്ന് വ്യതിചലിച്ചു. ഏതൊക്കെ ഭാഗങ്ങളാണ് വ്യതിചലിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോ കമ്മീഷനും വിശാഖ ഗൈഡ് ലൈനും എല്ലാം പറഞ്ഞിട്ടുള്ളത് ലിംഗഭേദമന്യേ ഇത് നടപ്പിലാക്കണമെന്നാണ്. അതായത് സെക്ഷൽ ഹാരാസ്മെന്റ് ക്യാൻ ഹാപ്പൻ ഇൻ വിമൻ. സ്ത്രീകളും ലൈംഗികമായി പീഡിക്കപ്പെടാം, പുരുഷന്മാരും ലൈംഗികമായി പീഡിക്കപ്പെടാം. ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, പല രാജ്യങ്ങളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞു. USA 14% പുരുഷന്മാരാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത് വർക്ക് പ്ലേസിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഗൈഡ് ലൈൻസിലും ലോ കമ്മീഷന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അത് എന്തുകൊണ്ടും മാറ്റി. ആ ജെൻഡർ ന്യൂട്രൽ ക്ലോസ് എന്തുകൊണ്ട് മാറ്റി എന്ന് വിശദീകരണം ഇതുവരെ ഇല്ല. പിന്നെ 2007 മാർച്ച് 31 വരെ പൊതു അഭിപ്രായം ചോദിച്ചുകൊണ്ട് വിമൻ ആൻഡ് ചൈൽഡ് മിനിസ്ട്രി അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലരും അയച്ച നിർദ്ദേശങ്ങളും സജഷൻസും എല്ലാം നിരാകരിച്ചുകൊണ്ടാണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ചെയ്യുകയുണ്ടായത്. ഇതെല്ലാം വെളിയിൽ വന്നത് ഞങ്ങളൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ പെറ്റീഷൻ അയച്ചപ്പോ ഈ ജെൻഡർ ന്യൂട്രൽ ക്ലോസ് ചെയ്യാനും എല്ലാം നിരാകരിച്ചുകൊണ്ടുള്ള ഫയൽ നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ശ്രീ PR ഗോകുൽ, ഇത് ഒരു പൊതു നിയമമല്ല. നാം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ബാധകമാകുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന്റെ പാതയിലല്ല കേന്ദ്ര സർക്കാർ. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരു നിയമമാണ്. അത്തരമൊരു നിയമം ഉണ്ടാകേണ്ടി വരുന്നതിന്റെ സാഹചര്യമാണ് നാം പരിശോധിക്കേണ്ടത്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഈ നിയമത്തെ കാണുന്നത് ആ നിയമത്തിന്റെ സവിശേഷതയെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു കാണലായിരിക്കും. രാജ്യത്താകെ തന്നെ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, ലിംഗപരമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിയമം ആവശ്യമായി വരുന്നത്. അത് പുരുഷന്മാർക്കും അതേപടി ബാധകമാക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞല്ലേ, പല രാജ്യങ്ങളും ഇതിനകം ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. പല രാജ്യങ്ങളിൽ താങ്കൾ സൂചിപ്പിക്കുന്ന അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, മറ്റേതെങ്കിലും രാജ്യത്താകട്ടെ, നാം ഇന്ത്യയിൽ അനുഭവിക്കുന്നത് പോലുള്ള ഒരു ലിംഗപരമായ വിവേചനം അവിടെ സ്ത്രീകൾ നേരിടുന്നില്ലെങ്കിലോ? പാകിസ്ഥാനിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ നമ്മളെ പോലെ കൾച്ചറലി സെയിമാണ്.
അപ്പൊ ഇത് അതായത് ശ്രീ ഗോകുൽ, താങ്കൾ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, പാകിസ്ഥാനിലും സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട്, ആ അളവിൽ തന്നെയെങ്കിലും ഇന്ത്യയിൽ അത് സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്, ശരിയാണോ? അല്ല, ഞാൻ പറയാൻ വന്നത് പാകിസ്ഥാനിൽ പോലും അത് ജെൻഡർ ന്യൂട്രലാണ്. പുരുഷന്മാർക്കും ഈ നിയമം ഉപയോഗിക്കാം, സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. ഇന്ത്യയിൽ മാത്രമേ ഈ പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുള്ളൂ. ഞാൻ പറയുന്നത് സ്ത്രീകൾ ഉപയോഗിക്കണം, അത് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം. ഞാൻ പറയുന്നത് ലോകത്തിൽ നോക്കുകയാണെങ്കിൽ, കണക്കുകൾ നോക്കുകയാണെങ്കിൽ 44% UK സെക്ഷൽ ഹാരസ്മെന്റ് പുരുഷന്മാരെ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് അങ്ങനത്തെ ഒരു സർവേ വന്നിട്ടില്ല? അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തത്. അതിനൊരു സർവേയുടെ ആവശ്യം എന്താണ് ശ്രീ ഗോകുൽ? ഈ രാജ്യത്ത് സ്ത്രീകൾ പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നതും തിരിച്ചുമുള്ള അതിന്റെ കണക്കുകൾ നമുക്ക് ഇനിയൊരു സർവേ നടത്തി കണ്ടുപിടിക്കണമെന്നുണ്ട്. രാജ്യത്തെ സാഹചര്യങ്ങൾ തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് 97 സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നതിന് ശേഷം തുറന്നു പറയാൻ തയ്യാറായ സ്ത്രീകളുടെ കണക്ക് മാത്രം പോരെ നമുക്ക് ഇക്കാര്യത്തിൽ എന്തുമാത്രം വലിയ പീഡനമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ. അവരനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന ഒരു മറുവശമാണ്. പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു സർവേ നടത്തിയിട്ടില്ല. ഊഹമാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത്. എന്നുള്ളത് ഇതിൽ താങ്കൾ തുല്യമായ അളവിൽ കാണുന്നതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. പുരുഷൻ രാത്രി 10 മണി കഴിഞ്ഞ് നമ്മുടെ തെരുവിലൂടെ ഒരു പുരുഷൻ നടന്നു പോകുമ്പോൾ എത്ര പുരുഷന്മാർ സ്ത്രീകളാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്? അത് ശരിയാണ്. പക്ഷെ ഒരു ഓഫീസിന്റെ ഉള്ളില് സ്ത്രീ ബോസായിരിക്കുമ്പോ എത്ര സബോർഡിനേറ്റ് പുരുഷന്മാർ പീഡിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതിന് സർവേ ഉണ്ടെങ്കിൽ അതിനൊരു കണക്ക് വരും. അവിടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സർവീസുകളുണ്ട്, നമുക്ക് അല്ലാതെയുള്ള നിയമങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ പുരുഷന്മാർക്ക് അത് പുറത്തു പറയാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. അവർക്കത് നേരിടാൻ മറ്റു പല മാർഗങ്ങളും നിലവിലുണ്ട്. അത് പോരാത്തത് കൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാത്രി 10 മണി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ലിംഗവിഭാഗത്തിന്റെ പ്രശ്നം പരിഹരിക്കാനാണ്. അത് ഓഫീസിനുള്ളിലായാൽ പോലും അവർക്കത് പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ വേണ്ടിയാണ് ഈ നിയമം. പുറത്തുള്ള കാര്യങ്ങളൊന്നും സെക്ഷൽ ഹാരസ്മെന്റ് വർക്ക് പ്ലേസിൽ നേരിടുന്നില്ല. അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അതിന് മറുപടി. ഇത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളുമായി തട്ടിച്ചു നോക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന PU ഉഷയെ സംബന്ധിച്ച്, അവരുടെ പരാതിയെ സംബന്ധിച്ച് നമുക്കറിയാം. അതുപോലെ നിരവധി പരാതികൾ പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ, വനിതാ സംഘടനകളുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ എനിക്കായാലും അല്ലെങ്കിൽ ശൈലജ ടീച്ചർക്കായാലും അല്ലെങ്കിൽ ശ്രീമതി ലീല മേനോനെ പോലെയുള്ള പൊതുപ്രവർത്തകർക്കായാലും ഒക്കെ നിരവധി കേസുകൾ ഇത്തരത്തിലുള്ളത് അറിയാൻ കഴിയും. ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ പരിധിയിൽ പുരുഷന്മാരെ കൂടി കൊണ്ടുവരണമായിരുന്ന ഒരു പൊതു നിയമമാക്കി മാറ്റണം എന്നുള്ളത് തന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ. നമുക്കറിയാം, ഈ ഗവൺമെന്റ് തന്നെ ഒരു സ്ത്രീപക്ഷ സമീപനമെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 50% വനിതാ സംവരണം തദ്ദേശ സംവരണ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നതടക്കം ഗാർഹിക പീഡന അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവർക്കനുകൂലമായ നിയമം കൊണ്ടുവന്നതടക്കം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക്, വനിതകളായിട്ടുള്ള ജീവനക്കാർക്ക് പ്രസവാനുകൂല്യങ്ങൾ നൽകുന്ന കാര്യങ്ങളിലടക്കം കാണിച്ചിട്ടുള്ള ഒരു സ്ത്രീപക്ഷവാദം ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നു. ഈ നിയമത്തിന്റെ പരിധിയിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ജോലി വാഗ്ദാനം ചെയ്യുക, ഒരു സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുക, അതല്ലെങ്കിൽ സ്വസ്ഥമായി അവളെ തൊഴിൽ ചെയ്യുന്നിടത്ത് നിന്ന് ഭീഷണിപ്പെടുത്തുന്ന അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമായി തട്ടിച്ച് മറ്റേതെങ്കിലും വിഷയങ്ങളുമായി തട്ടിച്ചുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം കുറച്ചു കാണാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ശ്രീമതി KK ശൈലജ. പുരുഷനും ഇതുപോലെ തന്നെ സ്ത്രീയിൽ നിന്ന് ലൈംഗികമായ പീഡനത്തിന് ഇരയാകുന്നുണ്ട് ഒരു ഓഫീസ് അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ വേണ്ടയോ?